കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഭഗവാൻ വിഷ്ണു ദശരഥ മഹാരാജാവിന് മകനായി പിറക്കുമെന്ന് ഭൂമിദേവിയും ബ്രഹ്മാവും അടങ്ങുന്ന സംഘത്തിന് വാക്കുകൊടുക്കുന്നതാണ്. തുടർന്ന് കേൾക്കാം. ഭഗവാൻ പറഞ്ഞു, കൗസല്യയുടെ മകനായി താൻ ജനിക്കുമ്പോൾ തന്റെ അംശങ്ങളായി തന്നെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ഭൂമിയിൽ ജനിക്കും. കൂടാതെ പ്രപഞ്ചനാഥയായ യോഗമായ അഥവാ ലക്ഷ്മി ദേവി മിഥിലയിലെ ജനക മഹാരാജാവിന്റെ മകൾ സീതയായി അവതരിക്കും. രാക്ഷസന്മാരുമായുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കാനായി ദേവന്മാരോടെല്ലാം ഭൂമിയിൽ വാനരവംശത്തിൽ അംശാദ് അവതാരങ്ങളായി ജനിക്കാൻ ഞാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷമായി. ഇതോടെ ബ്രഹ്മാവും ഭൂമിദേവിയും ദേവന്മാരും വലിയ ആശ്വാസത്തിലാകുന്നു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ ഭൂമിയിൽ വാനരന്മാരായി ജനിക്കാൻ തുടങ്ങുന്നു. ഇന്ദ്രന്റെ അംശമായി ബാലിയും സൂര്യന്റെ അംശമായി സുഗ്രീവനും വായുദേവന്റെ അംശമായി ഹനുമാനുമെല്ലാം ജനിക്കുന്നത് ഇങ്ങനെയാണ്. ഭഗവാന്റെ അവതാരത്തിനായുള്ള പശ്ചാത്തലം വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ശേഷമാണ് ഭൂമിയിൽ അയോധ്യയിലെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത്. ദശരഥ മഹാരാജാവ് തന്റെ പ്രിയപത്നിയായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരോടൊപ്പം ഈ രാജ്യം നീതിപൂർവം ഭരിച്ചു പോരുന്ന കാലം. എല്ലാ സമ്പത്തുണ്ടായിട്ടും മക്കളില്ലാത്ത വലിയൊരു സങ്കടം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ സങ്കടം സഹിക്കവയ്യാതെ തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് വന്ദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഗുരു, മക്കളുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രന്മാരില്ലാത്തതിനാൽ ഈ രാജ്യവും സമ്പത്തുമെല്ലാം സങ്കടം മാത്രമാണ് എനിക്ക് തരുന്നത്. ഇത് കേട്ട വസിഷ്ഠ മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് ദശരഥനെ ആശ്വസിപ്പിച്ചു. അല്ലയോ രാജാവേ, അങ്ങ് മനസ്സിൽ ഇതോർത്ത് ഒട്ടും വിഷമിക്കേണ്ടതില്ല. അങ്ങക്ക് 4 പുത്രന്മാർ ജനിക്കുക തന്നെ ചെയ്യും. അതിനായി ഒട്ടും വൈകാതെ ഹൃഷ്യശൃംഗൻ എന്ന മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം ആരംഭിച്ചുകൊള്ളുക. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ദശരഥ മഹാരാജാവ് ഹൃഷ്യശൃംഗ മഹർഷിയെ വരുത്തി പുത്രകാമേഷ്ടി യാഗം ആരംഭിച്ചു. ശാന്തമായി ഒഴുകുന്ന സരയൂ നദിക്കര ഹൃഷ്യശൃംഗൻ യാഗാഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നു. ആഹുതികളിൽ പ്രസാദിച്ച വിശ്വദേവന്മാരുടെ തൃപ്തിക്ക് ശേഷം അതാ വരുന്നു അഗ്നിയിൽ നിന്നും അഗ്നിദേവൻ. ദേവന്റെ കയ്യിലതാ ഒരു സ്വർണ്ണത്തലിക നിറയെ ദിവ്യമായ പായസം. ആ സ്വർണ്ണത്തലിക ദശരഥ മഹാരാജാവിന്റെ കൈകളിൽ നൽകിയിട്ട് അഗ്നിദേവൻ പറഞ്ഞു, ഈ ദൈവനിർമ്മിതമായ പായസം നിന്റെ പത്നിമാർക്കായി നൽകുക. അഗ്നിദേവൻ അപ്രത്യക്ഷമായി. രാജാവ് അത്യധികം സന്തോഷത്തോടെ തന്റെ കയ്യിലെ പായസം ആദ്യം കൗസല്യക്കും പിന്നീട് കൈകേയിക്കും തുല്യമായി നൽകി. കൗസല്യ തന്റെ പായസത്തിന്റെ ഒരു പങ്ക് സുമിത്രക്ക് നൽകിയപ്പോൾ കൈകേയിയും തന്റെ പായസത്തിൽ നിന്ന് ഒരു പങ്ക് സുമിത്രക്ക് നൽകി. 3 രാജ്ഞിമാരും ഒരേ സമയം ഗർഭം ധരിച്ചു. രാജാവ് അവർക്കായി ജപങ്ങളും ഹോമങ്ങളും വഴിപാടുകളും നടത്തി ഗർഭരക്ഷ ഉറപ്പാക്കി. ദിവസങ്ങൾ ചെല്ലുന്തോറും രാജ്ഞിമാരുടെ മുഖത്തെ പ്രസന്നതയും ശരീരത്തിലെ ദിവ്യ തേജസ്സും വർദ്ധിച്ചു വന്നു. രാജാവ് അവർക്കായി സീമന്തം, പുംസവനം തുടങ്ങിയ എല്ലാ ചടങ്ങുകളും നടത്തുകയും ബ്രാഹ്മണർക്കും ദരിദ്രർക്കും വഴിപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഗർഭകാലം പൂർത്തിയായി. ആകാശത്ത് 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ പുനർവസു നക്ഷത്രവും നവമി തിഥിയും കർക്കിടക ലഗ്നവും ഒത്തുചേർന്ന വേളയിൽ ജഗന്നാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ മകനായി അഥവാ ശ്രീരാമനായി അവതരിച്ചു. തൊട്ടടുത്ത ദിവസം കൈകേയി പൂയം നക്ഷത്രത്തിൽ ഭരതനെ പ്രസവിച്ചു. അതിനു പിന്നാലെ സുമിത്ര ആയില്യം നക്ഷത്രത്തിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. സുമിത്ര ഇരട്ട പ്രസവിക്കാൻ കാരണം കൗസല്യയും കൈകേയിയും അവരുടെ പായസത്തിൽ നിന്നും വെവ്വേറെ പങ്കുകൾ നൽകിയതിനാലാണ്. കൗസല്യ പ്രസവിച്ച ഭഗവാൻ നാരായണൻ അഥവാ രാമൻ തന്റെ ശംഖ്, ചക്രം തുടങ്ങിയ ദിവ്യചിഹ്നങ്ങളോടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. 10,000 സൂര്യന്മാർ ഒന്നിച്ചു ഉദിച്ചുയർന്നതുപോലെയുള്ള പ്രകാശമായിരുന്നു ഭഗവാന്റേത്. ബ്രഹ്മാവ്, നാരദൻ, സനകാദി മഹർഷിമാർ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന നാശമില്ലാത്ത കാരുണ്യം നിറഞ്ഞ കണ്ണുകളുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ കൗസല്യാദേവി ഭക്തിയോടെ ദർശിച്ചു.